ഡിയർ സ്റ്റുഡൻസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ, പ്രാഥമിക പരീക്ഷ വരാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അത്യാവശ്യം സമയമുണ്ട്. പിന്നെയുള്ള സമയം കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രിലിംസ് എക്സാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം പ്രാഥമിക പരീക്ഷ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് പരീക്ഷ മാത്രമാണ്. ചില ടിപ്സ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാം. മെയിൻസ് പരീക്ഷയ്ക്ക് കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പോയി പരീക്ഷ എഴുതുകയും ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന അതൊരു സ്ട്രാറ്റജിയാണ്. ബിക്കോസ് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രിലിംസ് പരീക്ഷ ഞാൻ എഴുതിയതെല്ലാം ഞാൻ പാസ്സായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഒരു സ്ട്രാറ്റജിക്കായ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ്. ആ പ്ലാൻ ആണ് ഞാൻ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ചില കുറുക്ക് വഴികളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം. പല ക്ലാസ്സസിന്റെ ലിങ്ക് ഈ ക്ലാസ് നോട്ട്സിനകത്ത് കാണും. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ലിങ്ക്, നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഓക്കെ, ഡെയിലി രാവിലെ അവിടെ മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട്. സിവിൽ സർവീസിലെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും PSC പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ചോദ്യങ്ങളും നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ആ ഫ്രീ മോക്ക് ടെസ്റ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, പാസ്സാകാനുള്ള പുതിയ പാറ്റേണിലുള്ള PSC പരീക്ഷകളിൽ പാസ്സാകാനുള്ള ഒരു ഇക്വേഷൻ ഇതാണ്: ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. കഷ്ടപ്പെട്ട് പഠിക്കുകയും വേണം, അതിനോടൊപ്പം തന്ത്രപരമായി പഠിക്കുകയും വേണം. ഡിഫറെന്റ് കമ്പോണൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ മോഡേൺ ഇന്ത്യ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഹോട്ട് ടോപ്പിക്സ് ചെയ്ത് അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഓവറോൾ സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ കുറുക്ക് വഴി നമ്പർ 1 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് എലിമിനേഷൻ ടെക്നിക്സിന്റെ യൂട്ടിലൈസേഷൻ. കണ്ടാൽ ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന പല ചോദ്യങ്ങളും നമുക്ക് കറക്കിക്കുത്തി, അതും ഇന്റലക്ച്വലായ ബൗദ്ധികമായ കറക്കിക്കുത്താണ്, ആ കറക്കിക്കുത്ത് നടത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ഈ ഒരു ചോദ്യം PSC അടുത്ത കാലത്ത് ചോദിച്ചൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു ഡിഗ്രി ലെവലിൽ തന്നെ ചോദിച്ച, മെയിൻസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. നമുക്ക് ഈ ചോദ്യം കറക്കിക്കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. ഇത് നോക്കിയേ, ചോദ്യം എന്താണ്? ഇൻഡയറക്റ്റ് പ്രൊട്ടക്ഷൻ ഫ്രം ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് that happens when a population is immune either through vaccination or immunity development through previous infection is called എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചോദ്യം വളരെ ഡീറ്റെയിൽഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിനകത്ത് പല ക്ലൂ ഉണ്ട്. ചോദ്യം എന്താണ്? ഇൻഡയറക്റ്റ് പ്രൊട്ടക്ഷൻ, പ്രത്യക്ഷമല്ല പരോക്ഷമായി നമുക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ചില അസുഖങ്ങൾ നമ്മളെ ബാധിക്കുമ്പോൾ പിന്നീട് അസുഖം വരാതിരിക്കാനായി നമ്മുടെ ബോഡി പല രീതിയിലുള്ള പ്രതിരോധ മെക്കാനിസംസ് ക്രിയേറ്റ് ചെയ്യും. ഇത് ജനറലി ഒരു പോപ്പുലേഷൻ ഇതിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാർ ഒരുമിച്ച് തന്നെ ആ രോഗത്തിനെ പ്രതിരോധിക്കാൻ പ്രാപ്തരാകും. ഇതൊന്നുകിൽ വാക്സിനിൽ കൂടെ ആകാം, അല്ലെങ്കിൽ നേരത്തെ നമുക്ക് വന്നിട്ടുള്ള അസുഖത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി മൂലം ആകാം. അപ്പം ഇതിനകത്ത് ഏതാണ് അത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി എന്നാണ് ചോദിക്കുന്നത്. ചോദ്യത്തിൽ തന്നെ ഉണ്ട് പോപ്പുലേഷന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ആണത്. അപ്പൊ പോപ്പുലേഷൻ ഇമ്മ്യൂണിറ്റി എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, മലയാളത്തിൽ ഒരിക്കലും ഡിഗ്രിയിലുള്ള പരീക്ഷകൾ തയ്യാറെടുക്കരുത്. ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്ലൂ ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾ കൃത്യമായി ഇതൊന്ന് യൂട്ടിലൈസ് ചെയ്യാം. ചോദ്യം എന്താണ്? പോപ്പുലേഷൻ ഇമ്മ്യൂണിറ്റി, അത് തന്നെയാണ് ഇവിടെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 വന്നേ പറ്റൂ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഉള്ള രണ്ടേ ഓപ്ഷൻ എയും ഡിയും ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ നിങ്ങൾ ബിയും സിയും എലിമിനേറ്റ് ചെയ്തു. അതിനകത്ത് ഉത്തരവ് വരത്തില്ല. അപ്പൊ ഇതിനകത്ത് എ വരുമോ ഡി വരുമോ, അതായത് 3 വരുമോ 4 വരുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് രണ്ടിലും ഇല്ലാത്തതുള്ളത് വായിച്ച് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് അതിനൊരു മാജിക് മനസ്സിലാവുന്നുണ്ടോ? പല ആൾക്കാരും ചിലപ്പോൾ ഇത് കണ്ട് സ്റ്റക്ക് അവിടെ നിൽക്കുമായിരിക്കും. ഇത് വായിക്കേണ്ട ആവശ്യമേ ഇല്ല, പക്ഷെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. 3 എന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. 4 ഹെർഡ് ഇമ്മ്യൂണിറ്റി ആണ്. ഈ പോപ്പുലേഷൻ എന്ന് പറയുന്ന വാക്കുമായി ബന്ധമുള്ള വാക്ക് ഏതാ? ഇന്നേറ്റ് ആണോ ഹെർഡ് ആണോ? ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ തന്നെയല്ല അതിന്റെ മീനിങ്. ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കുന്നല്ലേ. എന്തിന്റെ പോപ്പുലേഷൻ ആണ് ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? കമന്റ് സെക്ഷനിൽ പറയാം. പോട്ടെ, അത് ആ ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, സാരമില്ല. ചോദ്യത്തിന് മറ്റൊരു കാര്യം പറയുന്നത് ഇൻഡയറക്റ്റ് പ്രൊട്ടക്ഷൻ ആണ്. ഈ ഇന്നേറ്റ് എന്ന് വെച്ചാൽ എന്താ? ജന്മസിദ്ധമായി, ജന്മനാ കിട്ടുന്നത് എന്നുള്ള മീനിങ് ആണ്. പക്ഷെ ഇതോ
ജന്മനാ കിട്ടുന്നതെന്നാണോ പറയുന്നത്? അല്ല, വാക്സിനിൽ കൂടെയും അല്ലെങ്കിൽ മറ്റ് അസുഖം വന്നതിന്റെ ഭാഗമായി കിട്ടിയ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്തായാലും വരത്തില്ല. അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് വരത്തില്ല. പോപ്പുലേഷൻ ഹെർഡുമായി ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം ഡിയിലേക്ക് എത്താൻ സാധിക്കും. പൊതുവെ ആൾക്കാർ ബയോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്തരത്തിൽ കാണുമ്പോൾ അവരത് സ്കിപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പുതിയ പാറ്റേണിൽ എത്ര ഡിഫിക്കൽട്ട് ചോദ്യം വന്നു കഴിഞ്ഞാലും ഒരു കൈ നോക്കണം. അങ്ങനെ തന്നെയാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തേണ്ടത്. അങ്ങനെ തന്നെയാണ് ഞാനും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത്. അതും കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുത്തിട്ടാണ്. കാര്യം ഞാൻ നിങ്ങളെ പോലെ തന്നെ ഞാൻ വർക്കിംഗ് കാൻഡിഡേറ്റ് ആയിരുന്നു. 24 മണിക്കൂർ ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സ്മാർട്ട് സ്ട്രാറ്റജികൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത്. പക്ഷേ അതിന്റെ കൂടെ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യണം. എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആഴത്തിൽ പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. ബിക്കോസ് നമ്മുടെ സിദ്ധാന്തം തന്നെ എന്താ? കറക്കി കുത്തുക, ആഴത്തിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇൻ ഡെപ്ത് നമ്മൾ സിലബസ് കവർ ചെയ്യണം. അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ എത്ര സിലബസ് കവർ ചെയ്താലും നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ വന്നേക്കാം. ആ ചോദ്യങ്ങൾ എങ്ങനെ ഉത്തരം കണ്ടെത്തണമെന്ന് വിശാലമായ ട്രെയിനിങ് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കുക. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് ശാസ്ത്രീയമായി നമ്മൾ കറക്കി കുത്തേണ്ടതെന്ന്. ഈ കറക്കിക്കുത്ത് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു നെഗറ്റീവ് ചിന്ത വരും. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. ഞാനിവിടെ ബൗദ്ധികമായിട്ടുള്ള കറക്കിക്കുത്താണ്. ഒരു ഓപ്പൺ മൈൻഡോട് കൂടി വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒരു സങ്കുചിതമായി ചിന്തിക്കാതെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി വീഡിയോ അപ്രോച്ച് ചെയ്തെങ്കിൽ ഇപ്പൊ തന്നെ 1.5 ലക്ഷം ആൾക്കാർ കണ്ട വീഡിയോ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ പറ്റും. എലിമിനേഷൻ ടെക്നിക്സ് ആണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. സിവിൽ സർവീസസിൽ ഉപയോഗിക്കുന്നതാണ് ഈ തന്ത്രങ്ങൾ. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരള PSC പരീക്ഷകൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇത് മാത്രം മതി, നിങ്ങൾക്ക് കുറേ മാർക്ക് എക്സ്ട്രാ കിട്ടും. നമുക്കിനി പോകാനുള്ളത് എങ്ങനെയാണ് ആഴത്തിൽ പഠിക്കേണ്ടതെന്നുള്ള രീതിയിൽ അനുസരിച്ചാണ്. അപ്പൊ നമ്മൾ കുറുക്ക് വഴികളാണ് ചർച്ച ചെയ്തത്. ഇപ്പൊ നിങ്ങളൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു 8, 10, 12 മണിക്കൂർ ഒരു ദിവസം ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പെയിൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, ഡിഗ്രി ലെവൽ PSC പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനുള്ള അൾട്ടിമേറ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് സിവിൽ സർവീസിന്റെ മുൻകാല വർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബിക്കോസ് ഡയറക്റ്റ് ആയും ഇൻഡയറക്റ്റ് ആയും PSC അവിടെ നിന്നാണ് ചോദ്യങ്ങൾ എടുക്കുന്നത്. പല വീഡിയോയിൽ ഞാനിത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് അടുത്ത കാലത്ത് PSC ചോദിച്ചൊരു ചോദ്യമാണ് അല്ലെ. ഹു എമംഗ് ദ ഫോളോയിങ് വെയർ എക്കണോമിക് ക്രിട്ടിക്സ് ഓഫ് കൊളോണിയലിസം ഇൻ ഇന്ത്യ? അതായത് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ വിമർശനം നടത്തിയത് ആര് എന്നുള്ള ചോദ്യമാണ്. 172/2022 PSC ചോദ്യമാണത്. ഇതൊക്കെ പണ്ടേക്ക് വേണ്ട UPSC വന്നിട്ടുള്ളതാണ്. കണ്ടോ, ചോദ്യം എന്താണ്? ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് എക്കണോമിക് ക്രിട്ടിക് എന്നുള്ളതാണ് ഈ ചോദ്യം. അപ്പൊ രണ്ടിലും ദാദാഭായ് നവറോജി ഉണ്ട്. ദാദാഭായ് നവറോജി എക്കണോമിക് ക്രിട്ടിക് ആണ്. സുബ്രഹ്മണ്യ വേല ഇതിന്റെ ഉത്തരം D ആണ്. അപ്പൊ ഇതേ ചോദ്യം തന്നെയാണ് മറ്റൊരു രീതിയിലുള്ള ചോദിച്ചിട്ടുള്ളത്. സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് യൂസ് ചെയ്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കി. അത് തന്നെയാണ് ഇവര് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് അത്തരത്തിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം കണ്ടോ, ഓൾ ഓഫ് ദ എബോവ്. 3 പേര് ഉത്തരത്തിലുണ്ട്. ഇതിനകത്ത് 3 പേര് ഉത്തരത്തിലുണ്ട്. ദാദാഭായ് നവറോജി രണ്ടിലും കോമൺ ആണ്. ഇത് മാത്രമല്ല, ചെറുപറാന്ന് PSC UPSC നിന്ന് അതേപോലെ ചോദ്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ 2 വീഡിയോയിൽ വർഷങ്ങൾക്ക് മുമ്പ് വരെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. 1 വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഇത്, 6 മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അതിന് മുമ്പേ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മസ്റ്റായും ഈ വീഡിയോസ് കണ്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ PDF നമ്മുടെ ടെലിഗ്രാം ചാനൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് ഡയറക്ട്ലി ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിച്ച് വീഡിയോ കണ്ടാലും മതി. കാര്യം ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ. ഡിഗ്രി ലെവൽ പരീക്ഷകൾ അത്ര വലിയ ടഫ് അല്ല. അതിൽ കുറേ ടെക്നിക്സ് ഉണ്ട്, ടിപ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള പ്രിലിംസ് ബാച്ച് ആയിക്കോട്ടെ, മെയിൻസ് ബാച്ച് ആയിക്കോട്ടെ, എല്ലാ ബാച്ചസിലും ഈ സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥി ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. UPSC ചോദ്യ പേപ്പർ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യുക, കൃത്യമായി റിസർച്ച് നടത്തുക. PSCയുടെ സിലബസിൽ PSC UPSC സിലബസ് ഭയങ്കര ഓവർലാപ്പിംഗ് ആണ്. അപ്പൊ അത്തരത്തിൽ കൊടുത്തിട്ടുള്ള ഓവർലാപ്പിംഗ് ഏരിയയിലെ ചോദ്യങ്ങൾ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇതിന്റെ പ്രോജക്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഉത്തർപ്രദേശ് PSC, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, ഈ 3 സംസ്ഥാനങ്ങളുടെ PSC പരീക്ഷയിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പൊ അത് സ്ട്രാറ്റജിക്കലായി ചിന്തിച്ച് പഠിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്. കറക്ക് കുത്തിയാൽ മാത്രം പോരാ, കുറച്ച് ആഴത്തിൽ ഇറങ്ങി പഠിക്കണം. ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനുള്ള ടെക്നിക്ക് അത് തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ആഴത്തിൽ പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സോഴ്സ് എന്താണ്, അതും നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. ഇപ്പൊ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ്, അസിസ്റ്റന്റ് ജയിലർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് ഒക്കെ എത്താൻ എന്നെ സഹായിച്ചത് ഈ പുസ്തകങ്ങളാണ്. അപ്പൊ അവർ കടപ്പാട് എനിക്ക് ഈ പുസ്തകങ്ങൾ എടുത്തുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സസ് എടുക്കുന്ന ഇതേ പുസ്തകങ്ങൾ വെച്ച് തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് ഏറ്റവും നല്ല പുസ്തകങ്ങൾ PSC ക്ക് എവിടെയാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് വെച്ച് പഠിച്ചാൽ മതി. ഞങ്ങളുടെ ബാച്ചസിലേക്ക് വരികയാണെങ്കിൽ ഈ ബുക്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസിൽ പഠിപ്പിക്കുക. ഇതിന് കൂടെ റാങ്ക് ഫയലും പഠിപ്പിക്കും. നമുക്ക് ഇന്നും റാങ്ക് ഫയൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ റാങ്ക് ഫയൽ മാത്രം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിന്റെ കൂടെ ഈ പുസ്തകങ്ങൾ പഠിക്കണം. ഇതിന്റെ നോട്ട്സ് ഞങ്ങൾ സമഗ്രമായി തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സ്ട്രാറ്റജി എല്ലാം ഒരു ക്ലാസ് റൂം പ്രോഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് കിട്ടും. ഫീസ് അഫോർഡബിൾ ആണ്. ഇപ്പം പ്രിലിംസ് കോഴ്സ് ആണെങ്കിൽ പോലും 1000 രൂപ മാത്രമാണ് പ്രിലിംസ് കോഴ്സിന്റെ ഫീസ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് പ്ലസ് മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ബാച്ചിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5000 റുപ്പീസ് അറൗണ്ട് ആണ് അതിന്റെ ഫീസ് ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുള്ളത്. ഏറ്റവും മികച്ച അധ്യാപകരും ഏറ്റവും മികച്ച ക്ലാസ് നോട്ട്സും മെന്റർഷിപ്പും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. എലിമിനേഷൻ ടെക്നിക്സിന്റെ ക്ലാസ് ഞാൻ തന്നെയായിരിക്കും നേരിട്ട് എടുത്തു തരാം. എല്ലാ സബ്ജക്റ്റിലും എൻ്റെ സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ റെഡിയാണെങ്കിൽ, എൻ്റെ കൂടെ കുറച്ച് കാലം നിന്ന് കഷ്ടപ്പെടാൻ 10 മാസം കൂടെ അല്ലേ ഉള്ളൂ പരീക്ഷയ്ക്ക്, 10-12 മാസം, ആ കാലഘട്ടം എൻ്റെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റ് എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ബാച്ചിൽ ഉണ്ടായിരിക്കും. നേരത്തെ സ്ട്രാറ്റജി, കണ്ടന്റ് ബേസ്ഡ് ക്ലാസ്സുകൾ, മെന്റർഷിപ്പ് സപ്പോർട്ട് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളുടെ ഡെമോ ബാച്ച് നേരിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ക്വാളിറ്റി ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ കേട്ടോ. സോ പുഷ് ദ കോമ്പറ്റീഷൻ. അപ്പൊ ഈ പറയുന്ന സ്ട്രാറ്റജി തന്നെ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഒരു രീതിയിലും ഉഴപ്പരുത്. കാര്യം പോളിസി മേക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യത ആയിക്കോട്ടെ, വളരെ വലിയ അവസരങ്ങളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷ, അത് ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണ്. എക്സിക്യൂട്ടീവ് പവർ ഇത്രയും ഒരു എൻട്രി ലെവൽ ജോലിയിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പൊ അത്രയും ഉത്തരവാദിത്തമുള്ള 2 പോസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം കീപ്പ് ചെയ്ത് തന്നെ പഠിക്കുക. ഈ 2 പോസ്റ്റിനും ഉള്ള കോംബോ ബാച്ചസ് ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. 6000 രൂപ മാത്രമേ ഉള്ളൂ. കോംബോ ബാച്ച് എടുക്കുകയാണെങ്കിൽ 2 പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം, ഇൻക്ലൂഡിങ് സ്പെഷ്യൽ ടോപ്പിക്സ് ആൻഡ് ഇന്റർവ്യൂ ട്രെയിനിങ്. സോ അടിപൊളിയായി തന്നെ തയ്യാറെടുക്കുക. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു, ബൈ, ടേക്ക് കെയർ.